ബൈബിൾ ക്വിസ് പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലൂക്കോസ് 5-ാം അധ്യായം. യേശു ഏത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോഴാണ് പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നത്? ഗന്നേസറത്ത് തടാകത്തിൻ്റെ കരയിൽ യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നത് ആര്? പുരുഷാരം. അവിടെ എത്ര പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് യേശു കണ്ടു? 2. യേശു കയറിയത് ആരുടെ പടകിലായിരുന്നു? ശിമോന്റെ. മീൻപിടിക്കാർ എന്തു ചെയ്യുകയായിരുന്നു? വല കഴുകുകയായിരുന്നു. യേശു പടകിൽ ഇരുന്ന് ഉപദേശിച്ചത് ആരെ? പുരുഷാരത്തെ. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനു വല ഇറക്കുവിൻ എന്ന് യേശു ശിമോനോട് പറഞ്ഞത് എപ്പോൾ? സംസാരിച്ചു തീർന്നപ്പോൾ. ശിമോൻ അധ്വാനിച്ചത് എത്ര നേരം? രാത്രി മുഴുവൻ. എന്ത് അകപ്പെട്ടാണ് ശിമോന്റെ വല കീറാറായത്? പെരുത്ത മീൻകൂട്ടം. ശിമോൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ വിളിച്ചത് എങ്ങനെയായിരുന്നു? മാടി വിളിച്ചു. ശിമോനും കൂട്ടാളികളും എത്രത്തോളം മീൻ നിറച്ചു? പടക് രണ്ടും മുങ്ങുമാറാകുവോളം. ശിമോൻ യേശുവിനോട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞത് എങ്ങനെ? കാൽക്കൽ വീണ്. മീൻപിടുത്തത്തിൽ ശിമോനും കൂടെയുണ്ടായിരുന്നവർക്കും സംഭവിച്ചത് എന്തായിരുന്നു? അവർക്ക് സംഭ്രമം പിടിച്ചു. സെബദി മക്കൾ ആരെല്ലാം? യാക്കോബ്, യോഹന്നാൻ. ശിമോനും കൂട്ടുകാരും യേശുവിനെ അനുഗമിക്കുന്നതിന് മുമ്പ് എന്തു ചെയ്തു? പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചു, സകലവും വിട്ടു. കുഷ്ഠം നിറഞ്ഞ മനുഷ്യൻ യേശുവിനെ കണ്ട് എന്തു ചെയ്തു? കവിണ്ണു വീണു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക്കാം എന്ന് പറയുന്നതിന് മുമ്പ് യേശു എന്തു ചെയ്തു? യേശു കൈനീട്ടി അവനെ തൊട്ടു. യേശു കുഷ്ഠരോഗിയോട് ആർക്ക് സാക്ഷ്യത്തിനായി വഴിപാട് അർപ്പിക്കാനാണ് പറഞ്ഞത്? പുരോഹിതന്. ആര് കൽപ്പിച്ച പോലെ വഴിപാട് അർപ്പിക്കാനാണ് യേശു പറഞ്ഞത്? മോശെ. എന്തിനുള്ള വഴിപാട് അർപ്പിക്കാനാണ് യേശു കുഷ്ഠരോഗിയോട് പറഞ്ഞത്? ശുദ്ധീകരണത്തിനുള്ള. യേശുവിൻ്റെ അടുക്കൽ സൗഖ്യം കിട്ടുന്നതിന് ജനം കൂടി വന്നപ്പോൾ യേശു എന്തു ചെയ്തു? നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സൗഖ്യമാക്കുവാൻ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നത് എന്ത്? കർത്താവിൻ്റെ ശക്തി. യേശു പക്ഷവാതക്കാരനോട് കിടക്കയെടുത്ത് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? വീട്ടിലേക്ക് പോകാൻ. പക്ഷവാതക്കാരന് സൗഖ്യം കിട്ടിയത് കണ്ട എല്ലാവരും എന്ത് നിറഞ്ഞവരായി? ഭയം. എല്ലാവരും ഡാഷ് പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി. വിസ്മയം. യേശുവിന് തൻ്റെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് ഒരുക്കിയതാര്? ലേവി. താൻ പാപികളെ എന്തിനു വിളിപ്പാൻ വന്നിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? മാനസാന്തരത്തിന്. കൂടെ കൂടെ ഉപവസിച്ചു പ്രാർത്ഥന കഴിച്ചു വന്നത് ആരെല്ലാം? അല്ലെങ്കിൽ കൂടെ കൂടെ ഉപവസിച്ചു പ്രാർത്ഥന കഴിച്ചു വന്നത് ആരുടെയെല്ലാം ശിഷ്യന്മാർ? യോഹന്നാൻ്റെയും പരീശന്മാരുടെയും. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ആരുടെ ശിഷ്യന്മാർ? യേശുവിൻ്റെ. മണവാളൻ കൂടെ ഉള്ളപ്പോൾ ആരെ ഉപവാസം ചെയ്യിക്കാൻ കഴിയുമോ എന്നാണ് യേശു ചോദിച്ചത്? തോഴ്മക്കാരെ. കോടിത്തുണിക്കണ്ടം പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നിയാൽ കീറുന്നത് എന്ത്? പുതിയത്. പുതിയ തുരുത്തിയിൽ പകർന്നു വയ്ക്കേണ്ടത് എന്ത്? പുതുവീഞ്ഞ്. അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം. താങ്ക് യു.